بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الله سبحانه وتعالى നമ്മളോട് സൂറത്തുൽ അംബിയായിൽ പറഞ്ഞ ഒരു വാക്ക് ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. ഒരു ലഹ്വ്, ഒരു വിനോദം, അത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നമ്മളുടെ പക്കൽ നിന്നും ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ നാം അത് ചെയ്യുന്നവനല്ല. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ, ഒരു ലഹ്വ് സ്വീകരിക്കാൻ. ലഹ്വ് എന്താണ്? ലഹ്വ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസത്തിലായി. ഖാല ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അല്ലഹ്വു അൽമർഅതു വഹുവ ഖൗലുൽ ഹസൻ വഖതാദ വഖാല ഫീ റിവായത്തിൽ കൽബി അല്ലഹ്വു അൽവലദു വഹുവ ഖൗലുസ് സുദ്ദി. എന്താണ് ഈ ലഹ്വ് എന്ന് പറഞ്ഞാൽ? ലഹ്വ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് എന്ന അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അതുതന്നെയാണ് ഹസൻ, ഖതാദ റഹിമഹുമുല്ലാ അവരുടെയും അഭിപ്രായം. മറ്റൊരു റിവായത്തിൽ കാണാം അല്ലഹ്വു എന്ന് പറഞ്ഞാൽ അൽ വലദ്, മകൻ ആണ് എന്നാണ്. അപ്പോൾ മകനോ അല്ലെങ്കിൽ ഭാര്യയോ എന്താകട്ടെ സ്വീകരിക്കാൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അത് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ നാം അത് ചെയ്യുന്നവനല്ല. നസ്രാണികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുട്ടിയുണ്ട് എന്ന് വാദിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ട് എന്ന് വാദിച്ചവരാണ് ആര്? നസ്രാണികൾ. അതുപോലെ തന്നെ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് വാദിച്ചു വരുന്നവർ മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വാദിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നവർ വാദിച്ചിരുന്നു. ഇന്നത്തെ കാലത്തെ നസ്രാണികളോട് ആ വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്താൽ അവർ ആ വിഷയത്തിൽ പറയുക, അതെന്താ, കുട്ടിയെ ഉണ്ടാക്കാൻ, കുട്ടിയെ സ്വീകരിക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ എന്നാണ് ചോദിക്കുക. എന്താണ്? ലോകത്തിൻ്റെ രക്ഷിതാവിന് ലോകം മുഴുവൻ ഉണ്ടാക്കാൻ കഴിയും എങ്കിൽ സ്വയം സ്വന്തമായൊരു കുട്ടിയെ ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നാണ് അവർ ചോദിക്കുക. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നാം അത് ചെയ്യുന്നതല്ല. നാം ഉദ്ദേശിച്ചിരുന്നത് ചെയ്യുമായിരുന്നു. അള്ളാഹുവിന് കഴിവുണ്ടോ? കഴിവുണ്ട്, ചെയ്യുമായിരുന്നു. പക്ഷേ നാം അത് ചെയ്യുന്നവനല്ല. ഇൻ കുന്നാ ഫാഇലീൻ, നാം അത് ചെയ്യുന്നവനല്ല. ഇൻ കുന്ന എന്ന് പറഞ്ഞാൽ മാ കുന്നാ ഫാഇലീൻ, നാം അത് ചെയ്യുന്നവനല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെന്ത് ചെയ്തു? അത് നിഷേധിച്ചു. പക്ഷേ കഴിവുള്ളവനല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളിൽ ഒന്നാണെന്ത്? അള്ളാഹുവിന് സമന്മാരില്ല എന്നത്. അള്ളാഹുവിന് സമന്മാരില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ആരും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചുണ്ടായവനുമല്ല. ഒരു മകനില്ല, ഒരു പിതാവുമില്ല. ഒരു മകനില്ല, അതുപോലെ തന്നെ ഒരു പിതാവുമില്ല. ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ അവന് തുല്യനായി ഒരു പിതാവുണ്ട് എന്ന് പറയേണ്ടി വന്നേനെ. ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അനന്തരാവകാശിയായി കാര്യങ്ങളെ ഏറ്റെടുക്കാൻ അവനെപ്പോലെ അവൻ്റെ ചില കാര്യങ്ങളിൽ സാദൃശ്യമുള്ള ഒരു മകനുണ്ട് എന്ന് പറയേണ്ടി വന്നേനെ. നമുക്കറിയാം, മനുഷ്യൻ്റെ പുത്രൻ മനുഷ്യനാണ്, മനുഷ്യനെ പോലെയാണ്. മനുഷ്യൻ്റെ വിശേഷണങ്ങൾ അവനുണ്ട്. മനുഷ്യനെ പോലെയുള്ളവൻ ആരാണ്? മനുഷ്യൻ്റെ പുത്രനാണ്. അപ്പോൾ പുത്രനായി കഴിഞ്ഞാൽ അവൻ്റെ വിശേഷണം എങ്ങനെയാണ്? പിതാവിൻ്റെ വിശേഷണങ്ങളായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ അങ്ങനെ പുത്രനുള്ളവനല്ല, പിതാവുള്ളവനുമല്ല. മറിച്ച് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പല സ്ഥലങ്ങളിലും ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ചു. ലൈസ കമിത്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നും തന്നെയില്ല. ലൈസ കമിത്ലിഹി ഷൈഉൻ, ഒന്നും തന്നെയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ. എന്തൊരു കാര്യമെടുത്താലും ആ വിഷയത്തിൽ അയാൾ അള്ളാഹുവിനെ പോലെയാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ എന്ന ഒരു വിശേഷണം ഒരാൾക്കുമില്ല. അങ്ങനെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെയാണ് നമ്മളുടെ നാട്ടിലെ സമസ്തക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ക്രിസ്ത്യാനികൾ ചോദിച്ച അതേ ചോദ്യം ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ സംസാരിക്കണം എന്ന് തോന്നിയത്. എന്താണ് അവർ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് അതിന് കഴിവില്ല എന്നാണോ? അള്ളാഹുവിന് അതിന് കഴിവില്ല എന്നാണോ? നോക്ക്, ആർക്കും കഴിയുമല്ലേ? അള്ളാഹു ഒരു പക്ഷേ
മടവൂർ ഷെയ്ഖിനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിനൊക്കെ കഴിയുമല്ലേ? അള്ളാഹു എന്തും സാധിക്കുമല്ലേ? അള്ളാഹു ആരെ കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാമല്ലേ? അള്ളാഹുവിന്റെ കഴിവ് അങ്ങനത്തെ കഴിവല്ലേ? അള്ളാഹുവിന് ആ കഴിവ് എന്താ ഇല്ല നിങ്ങൾ പറയാം? മടവൂർ തങ്ങളെ കൊണ്ടിട്ട് ഈ ലോക നിയന്ത്രണം ചെയ്യിപ്പിക്കാൻ അള്ളാഹുക്ക് കഴിയൂല എന്തുകൊണ്ട് നിങ്ങൾ പറയും? അതായത് ലോകത്തിന്റെ നിയന്ത്രണം മടവൂര് ജീവിച്ചിരുന്ന ആ മനുഷ്യൻ, അയാൾ മരിച്ചുപോയി, അയാൾ ചെയ്യുന്നവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് അയാളെ കൊണ്ട് നിയന്ത്രിപ്പിക്കാൻ അള്ളാഹുക്ക് കഴിവുണ്ടല്ലോ. ലോകം നിയന്ത്രിക്കാൻ ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനി അതിനി വേറൊരാളെ ഏൽപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടല്ലോ. കഴിവില്ലാതെ നിങ്ങളെങ്ങനെ പറയാ? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ മടവൂര് ജനിക്കുന്നതിന് മുമ്പ്, മൊഹീദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഈ സമസ്തക്കാരുണ്ടാവുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾക്ക് ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എത്ര ഉത്തരം ഉണ്ടായിരുന്നു? ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. ആ ഉത്തരം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. ആ ഉത്തരത്തിൽ നിന്നും ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവും പിന്നെ ഇവർ പറയുന്ന ചിലർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിരിക്കാം, ചിലർ ശൈത്താന്റെ ഔലിയാക്കളായിരിക്കാം. ഇവർ പറയുന്ന ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അള്ളാഹുവും പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖും അതുപോലെ മടവൂരും എന്ന് പറയാൻ സമസ്ത ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാകുന്നതിൽ എന്താണ് തടസ്സം? എന്തേ കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് എന്ത് ചെയ്തത്? ക്രിസ്ത്യാനികളും ചോദിച്ചത്. കുട്ടിയെ ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. പക്ഷേ ഇൻ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്യുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമന്മാരെ ഉണ്ടാവുക എന്നത് തൃപ്തിപ്പെടുന്നവനല്ല. ലോകത്തിന്റെ നിയന്ത്രണം വമൻ യുദബ്ബിറുൽ അംർ, ലോകം നിയന്ത്രിക്കുന്നവൻ ആരാണ്? കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനി അതിൽ നിന്ന് മാറി മറ്റൊരാളുടെ പേര് അവിടെ കൊണ്ടുവെക്കാൻ അങ്ങനെ ഒരു സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നവനല്ല. അത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതല്ല. ഇതാണ് ഇത്തരം ആളുകൾക്ക് നമ്മൾക്ക് പറയാനുള്ള മറുപടി. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കണ്ടുപിടിച്ച ചോദ്യമല്ല, പിന്നെ അത് മുന്നേ ക്രിസ്ത്യാനികൾ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു എന്ന് മാത്രം. എന്താണത്? അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ പറയും ലോകത്ത് നിന്നും എവിടെ നിന്ന് വിളിച്ചാലും അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅൻ, കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ, ബുദ്ധിമുട്ടുന്നവൻ വിളിക്കുമ്പോൾ ഉത്തരം നൽകുന്നവൻ ആര് എന്ന ചോദ്യത്തിന് സമസ്തയും സൂഫിയാക്കളും ഉണ്ടാകുന്നതിന് മുമ്പ് ഒരൊറ്റ ഉത്തരമേ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? അള്ളാഹു എന്നാണ്. എന്നാൽ ഇവരുണ്ടായതിനു ശേഷം അള്ളാഹു പിന്നെ മറ്റേത് പറഞ്ഞ പോലെ 30 കോടി പറഞ്ഞതുപോലെ ആരാണോ ഇവർ ഔലിയ എന്ന് വിളിച്ച് പേര് നൽകിയത് അവരെല്ലാവരും ഈ ലിസ്റ്റിൽ വരും. അതുപോലെ തന്നെ കരയിൽ നിന്നും അതുപോലെ കടലിൽ നിന്നും വിളിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണെന്നാണ് മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന ഉത്തരം? ആകെ ഒരു ഉത്തരം ഉണ്ടായിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ കരയിലോ കടലിലോ ആയിരിക്കുമ്പോൾ ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തദർറുഅൻ വ ഖുഫ്യ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ആരാണ് കരയുടെയും അതുപോലെ തന്നെ കരയുടെയും ഇരുളുകളിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ അവനെ വിളിക്കുകയും വിനയത്തോടെ രഹസ്യമായും വിളിക്കുകയും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകാം എന്ന് പറയുകയും ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബ്, പറയുക അള്ളാഹു ആണ് രക്ഷപ്പെടുത്തുന്നവൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടവർ പിന്നീട് എന്തായി മാറി? കടലിൽ പോയാൽ മടവൂർ, കരയിൽ ചെന്നാൽ മടവൂർ, ആകാശത്ത് മടവൂർ, പ്ലെയിനിൽ പോകുമ്പോൾ മടവൂർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. എന്നിട്ട് അതിന് വിശദീകരണം എന്താണ്? അള്ളാഹ്ക്ക് കഴിവില്ലേ? ദുആ ചെയ്താൽ ഉത്തരം കേൾപ്പിക്കാൻ ആർക്ക് കഴിവില്ലേ? അള്ളാഹുവിന് കഴിവ്. ഇത് തന്നെയാണ് ക്രിസ്ത്യാനികളും അന്ന് ചോദിച്ചത്. ലോകത്തെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവൻ ആരാണ് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഗൈബ് അറിയുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. അപ്പോ വീണ്ടും സമസ്ത അതിൽ മാറ്റം വരുത്തി. എന്താണ് ആ മാറ്റം? അള്ളാഹുവും ഞങ്ങൾ പറയുന്ന ഔലിയാക്കളും. എന്താണ് ഇതിന്റെ തിരിച്ചു ചോദിച്ചാൽ, മറുചോദ്യം ചോദിച്ചാൽ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് കഴിവില്ലേ? എന്തിന്? ഗൈബ് അറിയിച്ചു കൊടുക്കാൻ.
ഗൈബ് അറിയുന്നവരാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് കഴിവില്ലേ? നിങ്ങളുടെ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് ഇത് ക്രിസ്ത്യാനികൾ മുന്നേ ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് ഞങ്ങളുടെ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇൻ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്യുന്നവനല്ല. അങ്ങനെ ചെയ്യുന്നവനല്ലവൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം ലഹുവിനെ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇൻ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്യുന്നവനല്ല. അങ്ങനെ ഏതൊരു സിഫത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എടുത്താലും അപ്പോൾ ഇവർക്ക് എന്തുണ്ടാവും? അത് ഔലിയാക്കൾക്കുണ്ട്. അള്ളാഹുവിന്റെ സിഫത്താണോ അതായിരിക്കുണ്ട്, അത് ഔലിയാക്കൾക്കുണ്ട്. ഇത് പച്ചയായ ശിർക്കാണ്. തന്നെയുമല്ല, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് വരെ ഇല്ലാത്ത ശിർക്കാണ്. അവർക്ക് ഇങ്ങനെ വാദം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്ത് വാദം ഉണ്ടായിരുന്നില്ല? വമൻ യുദബ്ബിറുൽ അംർ എന്ന് ചോദിച്ചാൽ ലാത്ത ഉസ്സ മനാത്ത എന്ന് പറയുന്ന സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് എന്താ ഉണ്ടായിരുന്നത്? അവർ പറഞ്ഞിരുന്നു ഫസയഖൂലൂന അല്ലാഹു ആണെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള പാവം സമസ്തക്കാരോട് പറയാനുള്ളത്. അതായത് ഇതൊക്കെ ശരിയാണ് എന്നാണ് കരുതുന്നവർ. അവർ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിവില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരാൾക്ക് ഉറക്കം കിട്ടുന്നില്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ ഡോക്ടറെ അടുത്ത് പോകും. എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്? ഉറക്കം കിട്ടുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കിട്ടാതിരിക്കുക എന്നത് കുറവാണ്. അപ്പോൾ ഉറക്കം കിട്ടാതിരിക്കുക എന്നുള്ളത് കുറവാണ് എന്ന് വിചാരിച്ച് ആ കുറവ് അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കിട്ടാതിരിക്കൽ കുറവാണ്, ആ കുറവ് അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല. അത് അങ്ങനെ കുറവുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവരക്കേടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുർബലനായ, അവൻ ഉറക്കം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറവാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചോ, അവൻ ഉറങ്ങുക എന്നത് കുറവാണ്. അവൻ ഉറങ്ങാത്തവനാണ്. വിശപ്പില്ല, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് രോഗമാണ്. ജീവികളെ സംബന്ധിച്ചിടത്തോളം അത് രോഗമാണ്. വിശപ്പില്ലായ്മക്ക് മരുന്ന് കഴിക്കുന്നു, എന്നിട്ട് വിശക്കുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ അവന് കുറവാണ്. ഈ കുറവ് അള്ളാഹുവിനില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പറയുന്നത് വിശപ്പില്ലായ്മ എന്നുള്ള കുറവ് അള്ളാഹുവിന് ഉണ്ട് എന്നാണോ എന്ന് ഒരു സമസ്തക്കാരൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ തലകീഴായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ആ കുറവില്ലാത്തവനാണ് അവൻ. ഏത് കുറവ്? വിശപ്പെന്ന കുറവില്ലാത്തവനാണ് അള്ളാഹു. അള്ളാഹുവിന് വിശപ്പില്ല, ദാഹമില്ല, അങ്ങനെ ക്ഷീണമില്ല, തളർച്ചയില്ല. അള്ളാഹുവിനെ ഒരു നിലക്കുമുള്ള പ്രയാസങ്ങളും ബാധിക്കുകയില്ല, ക്ഷീണവുമില്ല, ഒരു കുറവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശപ്പില്ല എന്ന് പറയുന്നത് തന്നെ കേടാണ്. കാരണം നമ്മൾ ദുർബലരാണ്. ആ ദൗർബല്യം കാണിച്ച് മക്കളില്ലാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമായിരിക്കും. മക്കളില്ല വർഷങ്ങളായി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അത് കുറവല്ല, മറിച്ച് അവൻ്റെ വഹ്ദാനിയത്തിന്റെ പരിപൂർണതയാണത്. അള്ളാഹു ഏകനാണ് എന്നതിന്റെ പരിപൂർണതയാണ് അള്ളാഹുവിന് മക്കളില്ല എന്നത്. കാരണം മക്കളുണ്ടാവുക എന്നത് എന്താണ്? അള്ളാഹുവിന് പല കാര്യങ്ങളിലും സമന്മാരാകുക എന്നതിൽപ്പെട്ടതാണ്. അള്ളാഹുവിനൊരു കുട്ടി ഉണ്ടാവുക എന്നത് അള്ളാഹുവിന് സമൻ ഉണ്ടാവുക എന്നതിൽപ്പെട്ടതാണ്. അങ്ങനെയൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പുത്രൻ എന്നൊരു സംഭവം ഇല്ല, സ്വീകരിച്ചിട്ടില്ല. കഴിയില്ലേ? ലത്തഖദ്ന മിൻ ലദുന്ന, നമ്മുടെ ഭാഗത്ത് നമ്മൾ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇൻ കുന്ന ഫാഇലീൻ, നാം അത് ചെയ്യുന്നവനല്ല. ഇതാണ് നമുക്ക് അവരോട് പറയാനുള്ള മറുപടി. വല്ലാഹുൽ മുവഫിഖ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.